ഞാൻ അമിതാഭ് സാറിന്റെ കൂടെ ഒരു ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് സാറിന് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഓ ഇത് ഡ്രീം അല്ല അല്ല ഇത് ശരിക്കുമാണ് ഇങ്ങനെ ഉള്ളിൽ പറഞ്ഞോണ്ടിരിക്കുക. അത് ഞാൻ പണ്ട് നല്ല ഗുണ്ടുമായിരുന്നു. ആ. അപ്പൊ എന്ന് വെച്ചാൽ ഈ കസിൻസ് ഒക്കെ രണ്ടുപേരായിരിക്കും. അപ്പൊ ഇവരെല്ലാം രണ്ടാളും കൂടെ എന്നിട്ട് എന്നെ കളിയാക്കും. ആന വരുന്നു, മറ്റേ ആനച്ചന്തം, മറ്റേ അത്രക്ക് തടിയുണ്ടായിരുന്നു. സീരിയസ്ലി നമ്മളൊരു റൂമിൽ കേറുമ്പം ഇഫ് യു ആർ ഇൻ ഷേപ്പ് എല്ലാവർക്കും ഒരു റെസ്പെക്ട് ഉണ്ടാവും. കാരണം നിങ്ങൾ ഡിസിപ്ലിൻ ഷോസ് വളരെ റെയർ ആണ്. ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു ജനറ്റിക്സ് ഒക്കെ കിട്ടിയിട്ട് നമ്മൾ സൗത്ത് ഇന്ത്യൻസിന് ഇൻ ഷേപ്പ് ആവാൻ. സുംബ ഒരിക്കലും നമ്മൾ അങ്ങനെ വലിയ മസിൽ ഉണ്ടാക്കുന്ന സാധനമല്ല. ലൈക്ക് ഇതിലുണ്ട് ടോണിങ് ഒക്കെ ഉണ്ട്. കാർഡിയോ ആണ് മെയിൻലി വിത്ത് സം ടോണിങ്. മോസ്റ്റ്ലി വിമൻ അവരുടെ ഒരു സ്ട്രെസ് റിലീഫിന്റെ ഭാഗമാണ്. വർക്ക്ഔട്ട് എന്ന് പറയുന്നതാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ആന്റി ഡിപ്രസന്റ്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്ത് ഒരു ടൈം അതിന് സെപ്പറേറ്റ് സെറ്റ് ചെയ്ത് വെച്ചേ മതിയാവുള്ളൂ. ഈ 2026-ൽ എനിക്ക് വളരെ ഒരു ആഗ്രഹമായിരുന്നു ഒരു വിമൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് വേണം എന്നുള്ളത്. ആൻഡ് ഐ വാസ് ഗോയിങ് ത്രൂ എ പ്രൊഫൈൽ ആൻഡ് ഐ ഗോട്ട് സ്റ്റക്ക്. ദാറ്റ് ഇസ് ദിൽന രാമകൃഷ്ണൻ. ദിൽന, യു വെയർ മെനി ഹാറ്റ്സ്. സുംബ ഇൻസ്ട്രക്ടർ, ആക്ട്രസ്, മോഡൽ, ലൈഫ് സ്റ്റൈൽ കോച്ച്, ന്യൂട്രീഷനിസ്റ്റ്, അങ്ങനെ ഒത്തിരി ഒത്തിരി ഒത്തിരി. വെൽക്കം ദിൽന രാമകൃഷ്ണൻ. താങ്ക് യു സോ മച്ച്. സോ ഹാപ്പി ടു ബി ഹിയർ. ദിൽനയുടെ പ്രൊഫൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാര്യം ആദ്യം മോഡലാണ്, പിന്നെ നോക്കിയപ്പോൾ മോഡലിനേക്കാൾ ഉപരി കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മോഡൽ, ആക്ടർ, ആക്ട്രസ്, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഒത്തിരി കൂടുതലായിട്ട് ആക്ടിവിറ്റീസ് നടക്കുന്നത് ബീങ് എ സുംബ ഇൻസ്ട്രക്ടർ ആയിട്ടാണ്. ഞാൻ ആ പ്രൊഫൈലിൽ ഗോ ത്രൂ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. വാട്ട് ഇസ് സുംബ? എന്താണ് ഈ സുംബ? സുംബ ഇസ് എ വർക്ക്ഔട്ട്. ഓക്കെ, ഇറ്റ്സ് എ വെരി ഫൺ വർക്ക്ഔട്ട് ആക്ച്വലി. നമുക്ക് ജിമ്മിലൊക്കെ പോയിട്ട് ചിലർക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. കാരണം വേറെ എന്താ പറയാ ഒരേ സാധനം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മടിയൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ് സുംബ. ലൈക്ക് ഇറ്റ്സ് ഫുൾ പാർട്ടി. ലൈക്ക് നമ്മൾ സോങ്സ് ഒക്കെ വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മളത് അറിയില്ല. അതെ, ഇറ്റ്സ് എ ഫൺ വർക്ക്ഔട്ട്. അപ്പോൾ ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്നതാണ്, മോസ്റ്റ്ലി വിമൻ. കാരണം സുംബ ഒരിക്കലും നമ്മൾ അങ്ങനെ വലിയ മസിൽ ഉണ്ടാക്കുന്ന സാധനമല്ല. ലൈക്ക് ഇതിലുണ്ട് ടോണിങ് ഒക്കെ ഉണ്ട്. കാർഡിയോ ആണ് മെയിൻലി വിത്ത് സം ടോണിങ്. പക്ഷെ മസിൽ ഇല്ലാത്തതുകൊണ്ട് ആണുങ്ങൾ എന്തോരം പ്രിഫർ ചെയ്യുന്നത് എനിക്ക് അറിയില്ല. അധികം കാണാറില്ല. മോസ്റ്റ്ലി വിമൻ അവരുടെ ഒരു സ്ട്രെസ് റിലീഫിന്റെ ഭാഗമാണ്. ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡാൻസുമായിട്ട് ഒരു ബന്ധം ഇല്ലാത്ത ആൾക്കാർക്ക് അവിടെ വന്ന് നിന്ന് ഇത് ചെയ്യുമ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ട് അല്ലേ? ഈ മൂവ്മെന്റ്സ് ഒക്കെ കുറച്ച് പ്രശ്നങ്ങളല്ലേ? അല്ലെങ്കിൽ അത് ഗ്രാജുവലി ഈവൻ ഡാൻസ് ചെയ്യാൻ പറ്റുമോ ഈ സുംബ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക്? തീർച്ചയായിട്ടും അതാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. കാരണം ഇതൊരു ഡാൻസ് അല്ല. ഇറ്റ് ജസ്റ്റ് ലുക്സ് ലൈക്ക് എ ഡാൻസ്. ഓക്കെ, ഡാൻസ് പോലെ കാണുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് പ്രോപ്പർ ആയിട്ട് ഒരു ഡാൻസ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, കൂടുതലും വർക്ക്ഔട്ട് തന്നെയാണ്. വിത്ത് മ്യൂസിക് നമ്മൾ മൂവ് ചെയ്യാന്നുള്ളേ. പിന്നെ നമുക്ക് ഒരിക്കലും ഈ ഒരു ഡാൻസ് ക്ലാസ് പോയ പോലെ ടീച്ചർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം എന്നില്ല. നിർബന്ധമില്ല. ഇത് എന്നുവെച്ചാൽ നിങ്ങൾ മൂവ് ചെയ്യുക, സ്വെറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒരുപാട് സ്റ്റെപ്സ് ഒക്കെ റെപ്പിറ്റേറ്റീവ് ആണ്. അപ്പം എന്താണെങ്കിലും ഒരു 2 ആഴ്ച കൊണ്ട് എല്ലാരും അത് പഠിക്കും. ഡിഫറെന്റ് സോങ്സ് ആയിരിക്കും, പക്ഷെ സ്റ്റെപ്സിന്റെ ഒരു ബേസിക് ഒരു ഡിസൈൻ സെയിം ആണ്. അപ്പൊ അത് ചെയ്ത് 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 ആരാണെങ്കിലും പഠിക്കും. എനിക്ക് ചെറിയ വെയിറ്റ്സ് അല്ലേ, ഡംബലൊക്കെ യൂസ് നമുക്കത് അതൊരു വേറെ പ്രോഗ്രാം ആണ്, സുംബ ടോണിംഗ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ ഈ ചെറിയ വെയിറ്റ്സ് യൂസ് ചെയ്യും. വലിയ വെയിറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് വി ആർ ഡാൻസിങ്. അപ്പം നമുക്ക് റിസ്റ്റിനൊക്കെ ഇഞ്ചുറി വരുന്നത് കൊണ്ട് ഒരു 1/2 kg സ്റ്റാർട്ട് ചെയ്യുക. ദെൻ 1 kg, ചിലര് 1.5 kg വരെയൊക്കെ എടുക്കാറുണ്ട്. ഓക്കെ. ഇപ്പൊ എത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്? അതായത് യു ഹാവ് യുവർ ഓൺ സ്റ്റുഡിയോ അങ്ങനെയാണോ? ഇല്ല, എനിക്ക് എന്റെ സ്റ്റുഡിയോ ഇല്ല. ഞാനത് മനഃപൂർവ്വം ചെയ്തിട്ടില്ല ബിക്കോസ് ഐ എം ഇൻടു കുറെ സാധനങ്ങൾ. ബിസിയാണ്. എനിക്കതൊക്കെ ഇഷ്ടമാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ സാധനവും എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്നതാണ്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേർഷൻ ഇഫ് ഐ ആസ്ക് യു, സുംബയാണോ, മോഡലിംഗ് ആണോ, ആക്ടിംഗ് ആണോ? എനിക്ക് സുംബ ഭയങ്കര ഇഷ്ടമാണ്. ബീങ് എ സുംബ ഇൻസ്ട്രക്ടർ അത് അടിപൊളിയാ. കാരണം ഇറ്റ്സ് ലൈക്ക് എവറി ഡേ യു ആർ മീറ്റിംഗ് ഫ്രണ്ട്സ്. നമ്മള് ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിൽ പോയിട്ട് ഡാൻസ് ചെയ്ത് വരിക എല്ലാ ദിവസവും. അതെന്ത് രസമാണ്. നമ്മളൊരു പാർട്ടി ചെയ്യണമെങ്കിൽ ഒരു വീക്കെൻഡ് ഒക്കെ വെയിറ്റ് ചെയ്ത് നമ്മള് അതാണ് ഞാൻ ഡെയിലി ചെയ്യുന്നത്. ഡെയിലി ഇറ്റ്സ് ലൈക്ക് എ പാർട്ടി 1 hour. ചില ദിവസം 2 classes ഒക്കെ ഉണ്ടാവും. ഓൾസോ ഫൺ. പിന്നെ എനിക്ക് ഇപ്പം ആക്ടിങ്ങും ഇഷ്ടമാണ്. ആക്ടിങ് ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്ത ഒരാളേ അല്ല. എങ്ങനെയാണ് അതിനകത്തേക്കുള്ള ഒരു എൻട്രി? അത് മോഡലിംഗ്. അത് ഈ 2020 മോഡലിംഗ് മെല്ലെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു.
അതും ഇങ്ങനെ പ്ലാൻഡ് ഒന്നല്ല. ഒരു ഫ്രണ്ടിന്റെ ബുട്ടീക്കിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ മീൻസ് അവര് മോഡലിനെ നോക്കുമായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് കാഷ്വലി ചോദിച്ചു, "നീ വരുന്നോ?" ഞാൻ പറഞ്ഞു, "ആ വരാം" എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തത്. ചെയ്തതാ. പിന്നെ അതിന്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നെ മോഡലിംഗ് ഏജൻസി അപ്രോച്ച് ചെയ്തു. അങ്ങനെ പിന്നെ ഞാൻ ഒരു പോർട്ട്ഫോളിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ദെൻ അതിലേക്ക് കേറിയതാണ്. ഫസ്റ്റ് അപ്പം മൂവി പാച്ചുവും ഫസ്റ്റ് മൂവി അത്ഭുതവിളക്കും. പാച്ചും അത്ഭുത വിളക്കും. അപ്പൊ അതും വളരെ യാദൃശ്ചികമായിട്ട് വന്നതാ. അതെന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവള് ത്രൂ അപ്പൊ അവരിങ്ങനെ എന്താ പറയാ പൂജ കഴിഞ്ഞ് പിറ്റത്തെ ദിവസം ഷൂട്ടിന് ആളില്ല. ഓ, അങ്ങനെയാണ്. ആ ഓ, അങ്ങനെ. ആ, അപ്പം ഇവരുടെ അടുത്തൊക്കെ ഇങ്ങനെ എൻക്വയറി ചെയ്യുമ്പം അവള് പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് മോഡലിംഗ് ചെയ്യുന്നുണ്ട്. ഉം. വേണമെങ്കിൽ പറയാന്ന് പറഞ്ഞിട്ട് അന്ന് ഈവനിങ് പോയി കണ്ടു. പിറ്റത്തെ ദിവസം ഷൂട്ട്. ഓ, അങ്ങനെ കേറിയതാ. ഓക്കെ. എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഐഡിയ ഒന്നും ഒന്നും. ഉണ്ടായിരുന്നില്ല. പക്ഷെ ബെസ്റ്റ് ക്രൂ അല്ലേ? ബെസ്റ്റ് ടീമിന്റെ കൂടെ യെസ്, ഫസ്റ്റ് യെസ്, മൂവി യെസ്. ചെയ്യാൻ ആ പറ്റി. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പഴും വിചാരിക്കും ദൈവമേ അതൊക്കെ ഒരു ഭാഗ്യാണ് കറക്റ്റ്, സത്യം കറക്റ്റ്. പറഞ്ഞാല്. അതല്ല, വളരെ നോട്ടീസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ യാഹ്! വിനീതേട്ടന്റെ പെയറിംഗ് ആണ് അല്ലെ? എക്സാക്ട്ലി. എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്രയും സീനിയർ അടിപൊളിയായിരുന്നു. ആയിട്ടുള്ളൊരു അല്ല നല്ല ആർട്ടിസ്റ്റ്. പേടിയുണ്ടായിരുന്നു. എന്നുവെച്ചാ ഇത് എങ്ങനെന്നുള്ള. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് അല്ല ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സുംബ ചെയ്യുന്നോണ്ട് ഉം. എനിക്ക് ഇങ്ങനെ ആൾക്കാർ എന്നെ നോക്കുന്നത് ഐ ആം യൂസ്ഡ് ടു ഇറ്റ്. ഉം. കുറെ ആൾക്കാർ നമ്മളെ എപ്പോഴും ഡെയിലി നോക്കുന്നില്ലേ. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ അങ്ങനെ ഇല്ല. ഉം. അപ്പൊ ക്രൂ ഉണ്ട്, ക്യാമറ ഉണ്ടെങ്കിലും ആ ഒരു പ്രശ്നമില്ല. എനിക്ക് അതൊരു കോൺഷ്യസ്നെസ് അത്ര ഇല്ല. ഉം. പിന്നെ അഭിനയിക്കാനൊന്നും വലിങ്ങനെ അറിയണ്ടായിരുന്നില്ല. ഉം. അതൊന്നും എനിക്ക് സത്യമായിട്ടും എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൽ അങ്ങനെ ഒരു ഫീൽ ചെയ്തില്ല. കാര്യം വളരെ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ആണോ? സീൻസ് ആണെങ്കിലും ഉം. ഞാൻ കണ്ടു. ഞാൻ എല്ലാ യാഹ്! മൂവീസും കണ്ടിട്ടുള്ള ഓക്കെ. ഒരുമാതിരി എല്ലാ മൂവിയും പോയി കാണുന്ന ആളാ ഞാൻ. ഓക്കെ. ഇറങ്ങുന്ന ദിവസം തന്നെ. അപ്പൊ ആ മൂവി എന്തായാലും ഒരു തുടക്കമായിരുന്നു. അതെ. പിന്നെ അത് കഴിഞ്ഞ് സുരാജ് അല്ല വെഞ്ഞാറമൂടിന്റെ അത് ഡെയിലി ആണോ? കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത 'നാലാം മുറ' എന്ന് പറഞ്ഞിട്ടൊരു മൂവി. ആ, അതിലും ചെറിയൊരു റോളാണ് ബിജു ഓക്കെ, മേനോൻ സാറിന്റെ വൈഫായിട്ട്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പവി കെയർടേക്കർ. ആക്ച്വലി ആ മൂവി മുതലാണ് ഞാൻ ശരിക്കും ആക്ടിങ്ങിനെ കുറിച്ചിട്ട് കുറച്ചുകൂടെ ഇൻട്രസ്റ്റഡ് ആയത്. ഓ, മറ്റത് രണ്ടും ചെറിയ റോൾസ് ആണ്. അപ്പം ഞാനൊരു മോഡലിംഗ് അസൈൻമെന്റ് പോലെ പോയി ചെയ്ത് വന്നതാ. ഓക്കെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ഓക്കെ ഒരു ഓപ്പർച്യൂണിറ്റി പോവാം നോക്കാം എന്നൊക്കെ വിചാരിച്ചു അത്രേ ഉള്ളൂ. ഉം. പക്ഷെ പവി കേട്ടേക്കറിൽ നമ്മൾ ആ ത്രൂ ഔട്ട് ഉണ്ടല്ലോ കുറെ അതെ, ദിവസം അതെ, ഉണ്ടല്ലോ. അപ്പൊ അതെ. ഈ ബാക്കിയുള്ള ആക്ടേഴ്സ് ഒക്കെ ഇപ്പൊ ദിലീപേട്ടനൊക്കെ അഭിനയിക്കുന്ന കാണുമ്പോൾ എങ്ങനെയാ ഇവരിങ്ങനെ ചെയ്യുന്നേ എങ്ങനെ ഇങ്ങനെ മാറുന്നേ എന്നൊക്കെ ഉം. വിചാരിച്ചു പിന്നെ ഭയങ്കര ക്യൂരിയസ് ആവാൻ തുടങ്ങി. ആ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇ.ഡി ചെയ്തു. ഓക്കെ. അതും സുരാജ് വെഞ്ഞാറമൂട് അത് കുറച്ചും കൂടെ നാച്ചുറാലിറ്റി എനിക്ക് ഫീൽ ചെയ്തു. യാ ആ ഒരു ഹോസ്പിറ്റൽ സീനൊക്കെ ഉണ്ടല്ലോ. അതെ അതെ പിന്നെ വിഷ്വലി കാണുമ്പോ ഇതാണോ ഇങ്ങനെ ആ ഒരു സീൻ അതെ എനിക്ക് അതെ ഇപ്പോഴും അതെ അതെ ഓർമ്മയുണ്ട് സുരാജിന്റെ കൂടെ യാ ചെയ്തപ്പോ. അപ്പൊ വളരെ കുറച്ചും കൂടെ മോൾഡഡ് ആയി. അതെ. സോ എന്തെങ്കിലും ഒരു വർക്ക്ഷോപ്പോ ആക്ടിങ്ങിന് എന്തെങ്കിലും ട്രെയിനിങ്ങോ ഒക്കെ ഞാൻ പിന്നീട് ആ കൊടുക്കാൻ തുടങ്ങിയോ? സമയത്ത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇഡിന്റെ സമയത്തല്ല. അന്നേരം ഇങ്ങനെ ഇവരൊക്കെ വാച്ച് ചെയ്ത് എങ്ങനെയാണ് ഇവരിങ്ങനെ ഈസി ആയിട്ട് ഇതാക്കുന്നതെന്നൊക്കെ വിചാരിച്ച് നോക്കി നോക്കി. ഓക്കെ, എന്നാലും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല. ഞാൻ കൊറേ ബ്ലണ്ടർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. എനിക്കറിയാം. ഞാൻ കാണുമ്പോ അതില് മൊത്തം പ്രശ്നങ്ങളാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയി. എങ്ങനെ ചെയ്യണം എന്നുള്ള. പിന്നെയാണ് ആക്ടിംഗ് വർക്ക്ഷോപ്സ് സ്റ്റാർട്ട് ചെയ്തത്. അതിനിടയില് ഞാൻ ഒരു വടക്കൻ തേരോട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയും കൂടെ ആ, ചെയ്തിട്ടുണ്ട്. ധ്യാൻ യാ ശ്രീനിവാസന്റെ കൂടെ. അത് സോങ്സ് ഇറങ്ങിയിട്ടുണ്ട്. റിലീസ് ആയിട്ടുണ്ട്. പക്ഷെ മൂവി ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. ജസ്റ്റ് ഓക്കെ. പൊതുവെ അപ്കമിങ്. ധ്യാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന യാ ഒരാളാണല്ലേ? ഈ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും യാ എല്ലാത്തിലും. ധ്യാന്റെ ഇന്റർവ്യൂസ് കാണാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ആ ഇഷ്ടമാണ്. കാര്യം ഭയങ്കര ബബ്ലിയാണ്. അതെ. ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണ്. ഇങ്ങനെ വെട്ടി തുറന്ന് സംസാരിക്കും. അതെ. എങ്ങനെയായിരുന്നു സെറ്റില്? ധ്യാന്റെ കൂടെ ആ മുഴുനീള ഉണ്ട്, ഉണ്ട്. ചിത്രമായിരുന്നല്ലോ. അതെ, അതെ. അപ്പൊ എങ്ങനെയായിരുന്നു ധ്യാനുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? അതേപോലെ തന്നെയാ. സെയിം. സെയിം തന്നെയാണ്. ഭയങ്കര വന്നു കഴിഞ്ഞാൽ ബബ്ലിയാണ്. ഭയങ്കര ഇങ്ങനെ ബഹളവും ആ, ഇതൊക്കെയാണ്. ആ. പിന്നെ വേഗം വന്ന് അഭിനയിച്ച് ടക്ക് ടക്കേന്ന് പറഞ്ഞിട്ട് പോവും. തീർത്ത് പോവും. അത്ര ഉം. തന്നെ. നമ്മൾ ആ മൂവി ആക്ച്വലി കുറഞ്ഞ ദിവസം കൊണ്ട് ഉദ്ദേശിച്ചതിനേക്കാളും കുറവ് ഡേയ്സ് കൊണ്ടാണ് തീർത്തത്. ഓക്കെ. അപ്പം നല്ല ഫാസ്റ്റ് ആയിട്ടായിരുന്നു. അപ്പൊ ഇനി അങ്ങനെ അടുത്ത പ്രൊജക്ട്സ് ഒക്കെ എന്തൊക്കെയാ അപ്പൊ? അടുത്തത് മലയാളത്തിലൊന്നും ആയിട്ടൊന്നുമില്ല. തമിഴ്, തെലുഗൊക്കെ വരുന്നുണ്ട്. ഉം. തമിഴില് ഇങ്ങനെ സംസാരം നടക്കുന്നു. ഉം. ചെലപ്പം എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇണ്ടാവും. ഉം. ഭാഗ്യം ഉണ്ടാവട്ടെ അതെ, അതെ. എന്തായാലും. ഇപ്പൊ കമ്മിങ് ബാക്ക് ടു സുംബ. യാഹ്. എപ്പോഴാണ് ഈ സുംബ എന്ന ഒരു ഫിറ്റ്നസ് ഫോമിലേക്ക് ഉം. ദിലിനെ കാലുകുത്തുന്നത്? എപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? എന്താണ് അതിന് പുറകിലുള്ള ഒരു ഇൻഫ്ലുവൻസ്ഡ് ആയ ആരെങ്കിലും ഉണ്ടോ? ഇൻസ്പയർഡ് ആയിട്ടുള്ളതോ? കാര്യം എനിക്ക് അങ്ങനെയില്ല. തോന്നുന്നു എനിക്ക് ദിലിനെ തുടങ്ങിയ സമയമൊക്കെ ഇത് ബിഗിനിങ് സ്റ്റേജിലാണ് അല്ലേ? ഇവിടെ അതെ, അത്രയും അതെ. യെസ്, യെസ്. പോപ്പുലർ ആയിട്ടില്ല ഇല്ല, സുംബ. ഇല്ല, ഇല്ല. അപ്പൊ ഞാൻ എങ്ങനെ ചൂസ് ചെയ്തു അത്?
അത് ഞാൻ പണ്ട് നല്ല ഗുണ്ടുമായിരുന്നു. ആ. ഞാനാണെ ഒറ്റ മോളാ. ആ. അപ്പന്ന് വെച്ചാ ഈ കസിൻസ് ഒക്കെ 2 പേരായിരിക്കും. അപ്പൊ ഇവരെല്ലാം 2 ആളും കൂടെ നിന്നിട്ട് എന്നെ കളിയാക്കും. ഓ. അപ്പൊ എനിക്ക് എന്നെ ബാക്ക് ചെയ്യാൻ ആരും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഇതെങ്ങനെയെങ്കിലും പിന്നെ അങ്ങനെ ആന വരുന്നു, മറ്റേ ഓ. ആനച്ചന്തം, ഓ. മറ്റേ ഓ. ഓ. അത്രക്ക് തടിയുണ്ടായിരുന്നു ഉം. സീരിയസ്ലി. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ബാക്ക് ടു ഷേപ്പ് ഇത് ഒന്ന് എന്താ പറയാ കുറച്ച് തടി കുറച്ച് ഇവരെ കാണിക്കണം എന്നുള്ളൊരിതില് വാശി. വാശി. അപ്പൊ ഒരു 8ാം ക്ലാസ് മുതല് വർക്കൗട്ട് ചെയ്യും. ആ. വർക്കൗട്ട് ചെയ്യാന്ന് വെച്ചാല് ജിമ്മിലൊന്നും പോവില്ല. അങ്ങനെയൊന്നും ഇല്ല നാട്ടില്. ഞാൻ മാഹിയാണ്. ആ. ആ അപ്പം എന്താ പറയാ സൈക്കിൾ ചെയ്യും. ഓ. വീടിന്റെ ചുറ്റും ഒരു 50 ടൈംസ് സൈക്കിൾ ചെയ്യും. 100 ടൈംസ് സ്കിപ്പിംഗ് ചെയ്യും. ആ. ഇങ്ങനെ ഒരു 20, 20, 20 വെച്ച് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പക്ഷെ അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന ഓരോന്ന് പിന്നെ സ്വിമ്മിങ്ങിനൊക്കെ പോവും. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. യോഗയൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ. അങ്ങനെയൊക്കെ തടി കുറച്ച ഒരാളാ. പക്ഷെ എന്താ വെച്ചാ 8th സ്റ്റാൻഡേർഡ് മുതൽ തുടങ്ങിയതുകൊണ്ട് അത് എന്റെ ലൈഫിന്റെ ഭാഗമായി. ഉം. അന്നേ ഉണ്ടല്ലോ. പിന്നെ എനിക്ക് ഈ മെമ്മറി ഉണ്ടല്ലോ ഇവരെന്നെ കളിയാക്കുന്ന. ആ. ആ. അതുകൊണ്ട് വീണ്ടും തടിക്കാൻ നല്ല പേടിയായിരുന്നു. ഓ. ബാക്ക് ടു തടിക്കൽ എനിക്ക് പോസിബിൾ അല്ല. ഉം. അപ്പൊ ഞാനിതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അപ്പോഴാണ് പിന്നെ ഞാൻ ഡാൻസ് ചെയ്യും. എനിക്ക് ആ. ഇഷ്ടമാണ് ഡാൻസ്. അപ്പോഴാണ് ഏത് ഇങ്ങനൊരു ഏത് ഡാൻസ് ഫോം? ഞാൻ ചെറുപ്പത്തില് ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്. ഉം. പക്ഷെ പിന്നെ ഈ നമ്മള് നോർമൽ ബോളിവുഡ് അങ്ങനെ ഒരു നോർമൽ ബോളിവുഡ് സിനിമാറ്റിക്. ആ പിന്നെ ഈ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഈ നാടോടി നൃത്തം, ആ. ഗ്രൂപ്പ് ആ. ഡാൻസ് ഓക്കെ. അതൊക്കെ അങ്ങനൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരു സ്റ്റേജ് വന്നോ? അതായത് ഈ ഫിറ്റ്നസ് ഒക്കെ നിർത്തി പിന്നെ ചെയ്യാൻ പറ്റാതെ വന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നോ? പിന്നെ ഞാൻ ഇടക്കൊന്ന് തടിയൊക്കെ വെച്ച ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ സമയത്താണ് ഈ സുംബ ഉം. ഇൻട്രൊഡ്യൂസ് ആയത് കൊച്ചിയില്. അപ്പൊ ഞാൻ നോക്കുമ്പം ഫിറ്റ്നസും ഡാൻസും ഒരുമിച്ചുള്ള ഒരു സാധനം. Correct. അപ്പൊ ഐ തോട്ട് ഇറ്റ് ഈസ് ഫൺ. അങ്ങനെ ഞാൻ അതില് പോയിട്ട് ക്ലാസ്സിൽ പോയിട്ട് എന്റെ തടി കുറക്കാൻ വേണ്ടി ക്ലാസ്സിൽ പോയി അറ്റൻഡ് ചെയ്തതാ. അപ്പൊ അവിടെ പക്ഷെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി ഡാൻസ് ഒക്കെ ആയതുകൊണ്ട് പിന്നെ അവര് തന്നെ എന്റെ അടുത്ത് ചോദിച്ചു എന്നാ പിന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടർ ആയിക്കൂടെ ആയിട്ട്. എന്ന് ആ. പറഞ്ഞിട്ട്. അങ്ങനെ 1 ഇയർ കൊണ്ട് ഞാൻ അവിടെ തന്നെ ഇൻസ്ട്രക്ടർ ആയി. അപ്പൊ എന്റെ ക്ലാസ്സിൽ തന്നെ ഞാൻ ഇൻസ്ട്രക്ടർ. ഇൻസ്ട്രക്ടർ ആയി. അപ്പൊ ദാറ്റ് വാസ് ഫൺ. ഇപ്പൊ എത്ര സ്റ്റുഡൻസ് ഉണ്ട് ദിൽനയ്ക്ക്? ഇപ്പം കുറെ ഉണ്ട്. 35 ആ. അത്രയൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാ ക്ലാസ്സും കൂടിയിട്ട് പല ഒരു ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരല്ലേ ആ എല്ലാവരും അല്ലേ? അതെ അതെ. പിന്നെ അപ്പൊ ഞാൻ ഓരോ സ്ഥലത്ത് ഓരോ ബാച്ചല്ലേ എടുക്കുന്നത്. ഇറ്റ്സ് ആ. നോട്ട് മൈ സ്റ്റുഡിയോ. ആ. ഓക്കെ. അപ്പൊ ഓരോ സ്റ്റുഡിയോയിലുള്ള ആ ക്ലാസ്സിലുള്ള കുട്ടികൾ അത്രേ ഉള്ളൂ. ഓക്കെ. അങ്ങനെ. അപ്പൊ ഇവരുടെ ഈ ഒരു ഏജ് ഗ്രൂപ്പ് ഡിഫറൻസ് വെച്ചിട്ട് ഈ സുംബയിൽ എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ്? യാ. എല്ലാ ഏജ് ഗ്രൂപ്പും ഒരുമിച്ചല്ലേ ഈ ഡാൻസ് അതെ അതെ ചെയ്യണതൊക്കെ? അതെ. അവർ അതുമായിട്ട് സെറ്റായി അങ്ങ് പോവും അല്ലേ? പോവും. ആ. പിന്നെ ഇതിന്റെ അകത്ത് ഈ ന്യൂട്രീഷനിസ്റ്റ് എന്നുള്ളൊരു അതിന്റെ സ്കോപ്പ് എങ്ങനെയാണ്? പിന്നെ ഞാൻ ഒരു സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ് ആണ്. അല്ലാണ്ട് അതങ്ങനെ എന്താ പറയാ ഒരു 1 ഇയർ ഒന്നും പഠിച്ചതല്ല. ഉം. പക്ഷെ എന്നാൽ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡയബറ്റിസോ അങ്ങനെ എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായി. പക്ഷെ എന്റെ ക്ലാസ്സിൽ വരുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ തടി കുറക്കാനും അങ്ങനത്തെ ഡയറ്റ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ. ഞാൻ അത്രേ ചെയ്യാറുള്ളൂ. പിന്നെ അതല്ലാതെ ഇനിയിപ്പോ ഡിഫറെന്റ് ഫോം ഓഫ് ഫിറ്റ്നസ് വേറെ ഏതെങ്കിലും അതാണ് ട്രെയിനിങ്? പിലാറ്റെ ഞാൻ പറഞ്ഞല്ലോ. പിലാറ്റെ. ഓക്കെ. പിലാറ്റെ ഞാൻ സർട്ടിഫൈഡ് ആണ്. ഉം. ക്ലാസസ് അത് ഞാൻ റിഫോമർ പിലാറ്റെ എന്ന് പറയും. എന്ന് വെച്ചാൽ അത് മെഷീനിലുള്ള പിലാറ്റെ ആണ്. ഓക്കെ. അത് ഇവിടെ കൊച്ചിയിൽ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പം ഓക്കെ. എനിക്കറിയുന്ന ഒരാൾ തുടങ്ങുന്നുണ്ട്. സോ ഐ വാസ് പ്ലാനിങ് ടു ജോയിൻ ദം. ഓക്കെ. അതിങ്ങനെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്തുള്ള ഡിഫറൻസ് എന്താ? ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പിലാറ്റെ എന്താ? പിലാറ്റെ എന്ന് പറഞ്ഞാല് അത് ഒരു കുറച്ചുകൂടെ സ്ട്രെച്ചസ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു യോഗ പോലെ തന്നെ. യോഗ പോലെയാണ്. ഉം. ആ, പക്ഷേ വിത്ത് റെസിസ്റ്റൻസ്. നമ്മൾ ഓക്കെ. യോഗ നമ്മളെ ബോഡി വെയിറ്റ് തന്നെയല്ലേ ചെയ്യുക. ഉം. ഇത് വിത്ത് റെസിസ്റ്റൻസ് ആണ്. ഇതൊരു മെഷീനിലാണ് ചെയ്യുക. നമുക്കത് മാറ്റിലും ചെയ്യാം. ഓ. അത് കൂടുതലും കോർ സ്ട്രെങ്തനിങ് ഒക്കെയാണ്. ആ, ഓക്കെ. പിന്നെ അപ്പൊ ബ്രീത്തിങ് അതിനകത്തൊരു ബ്രീതിങ് പാർട്ടാണ്. ഉണ്ട്. ബ്രീതിങ് ഓക്കെ. ഡെഫിനറ്റ്ലി. ആ യോഗേന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ബ്രീതിങ്ങിന്റെ കറക്റ്റ് ഒരു ഇതുണ്ട് ചെയ്യാൻ. ഓക്കെ. ആ, പക്ഷെ കൂടുതലും റെസിസ്റ്റൻസ് ഒക്കെ വെച്ച് ചെയ്യുമ്പം ഇറ്റ് ഈസ് ഗുഡ് ഫോർ മസിൽ ടോണിങ്. പിന്നെ ഇഞ്ചുറി ഒക്കെ ഉള്ള ആൾക്കാർക്ക് അതൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓ. ലൈക്ക് ഈ സ്പോർട്സ് ഇഞ്ചുറീസ് ഒക്കെ വരുന്നവർക്ക് മനസ്സിലായി. യാ അതിനൊക്കെ അപ്പൊ അതിനൊരു വളരെ നല്ലതാ. പ്രോപ്പർ ട്രെയിനിങ് വേണം യെസ് അല്ലേ? യെസ് കാര്യം ഇഞ്ചുറി ഉണ്ടെങ്കിൽ നമ്മൾ യാ അത്രയും കെയർഫുൾ യാ ആയിരിക്കണമല്ലോ. അല്ല അതങ്ങനെ എന്താ വെച്ചാൽ അത്രയും ഐസൊലേറ്റ് ചെയ്തിട്ടാണ് ആ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓ. അപ്പം ആ ഒറ്റ മസിലിനെ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം വളരെ സൂക്ഷിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ. ഇപ്പൊ നമ്മൾ ജിമ്മിലൊക്കെ ചെയ്യുമ്പോഴും നമ്മളൊരു ഇതെടുത്ത് പൊക്കുമ്പം ഐസൊലേറ്റ് ചെയ്യെങ്കിലും കുറേ സാധനങ്ങൾ അവിടെ ഉം. നമ്മൾ ഇരിക്കുന്ന പോസ്ചർ കറക്റ്റ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറെ ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. സാധ്യതയുണ്ട്. ഉം. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം അതിലിങ്ങനെ കിടന്നിട്ടാണ് ഒരു റിഫോമൽ ഒരു ബെഡ് പോലെയുണ്ട് കാരേജ് എന്ന് പറയാം. അതിൽ കിടന്നിട്ടാ ചെയ്യാ. ഇരുന്നിട്ടൊക്കെ ചെയ്യാം. അത് ഉം. ഇങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ ഇവരുടെ ഒരു സ്ട്രെങ്തനിങ് അനുസരിച്ചിട്ട് കൂട്ടി കൂട്ടി കൊണ്ടുവരും. ഓക്കെ.
Yeah. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പഴയ ഇതിനേക്കാളും ഇപ്പം നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു കാലത്ത് 30+ ആയിട്ടുള്ള ലേഡീസ് ഒക്കെ Yeah. കുറെ ഫിറ്റ്നസ് ഓറിയന്റഡ് ആയി. അതെ. പക്ഷെ ദേ ആർ വെരി കൺഫ്യൂസ്ഡ്. ഉം. ഇങ്ങനത്തെ കുറെ പുതിയ പുതിയ ഫോം ഓഫ് ഫിറ്റ്നസ് വരുമ്പോൾ ഉം. ഏത് ചൂസ് ചെയ്യണം, അതെ. ഏതായിരിക്കും എനിക്ക് ബെസ്റ്റ്, അല്ലെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്നുള്ള രീതിയിൽ ദിൽന എന്തായിരിക്കും അവർക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ്? ഞാൻ അഡ്വൈസ് ചെയ്യുക ഒരു 2-3 ടൈപ്പ് ഓഫ് വർക്ക്ഔട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാനാണ്. ഒന്നാമത്തെ ദാറ്റ് ഈസ് ഫൺ. നിങ്ങൾക്ക് ഉം. ബോറടിക്കില്ല. ഉം. ഇപ്പൊ സുംബ എന്ന് പറഞ്ഞാൽ കൂടുതലും കാർഡിയോ ആണ്. പക്ഷെ നിങ്ങൾക്ക് സ്ട്രെങ്ത് ട്രെയിനിങ്ങും കൂടെ വേണം ഡെഫിനറ്റ്ലി. കാരണം 30+ ഒക്കെ ആകുമ്പം പിന്നെ മസിൽ ലോസ് വന്ന് തുടങ്ങുന്ന വരും. സമയമാണ്. ഉം. സോ സ്ട്രെങ്ത് ട്രെയിനിങ്ങും വേണം. പിലാറ്റ ഈസ് ഓൾസോ ഈ ഒരു കോമ്പിനേഷൻ അപ്പൊ വിത്ത് ജിം വേണ്ട, പിലാറ്റസ് അല്ല അതാണ് ചെയ്യുവാണെങ്കിൽ. ജിം എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ട്രെയിനിങ്. ഓ, അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ സ്ട്രെങ്ത് ട്രെയിനിങ്ങും ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ് ഞാൻ അഡ്വൈസ് ചെയ്യുക. പക്ഷെ എത്ര പേർക്ക് അത് ഇഷ്ടപ്പെടുന്ന അറിയില്ല. മനസ്സിലായി. പക്ഷെ യു നീഡ് ആ സാധനം. ആ മസിൽസ് സ്ട്രെങ്തൻ ചെയ്താലേ അത് അവിടെ കിടക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ ബോഡി വിചാരിക്കും പോയി നിങ്ങൾക്ക് ഇത്ര ആവശ്യമില്ല, എന്നാ പിന്നെ അതങ്ങ് പോട്ടെ. അപ്പൊ ഈ കാലറി ഡെഫിസിറ്റ് ഒക്കെ പ്ലാൻ ചെയ്ത് കൊടുക്കാറുണ്ടോ ആ ദിൽന? കൊടുക്കാറുണ്ട്. അത് ഓക്കെ. പ്ലാൻ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ നമ്മളുടെ നോർമൽ ഫുഡ് ഉണ്ടല്ലോ. ഇപ്പൊ രാവിലെ ഇഡ്ഡലി ഇതൊക്കെയാണല്ലോ. അതിൽ പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ടോ എന്ന് മേക്ക് ഷുവർ ചെയ്യുക. പിന്നെ അത് പോർഷൻ കൺട്രോൾ ചെയ്യുക. ഉം. അല്ലാണ്ട് ഞാൻ സ്പെഷ്യലി രാവിലെ ഇത് തന്നെ തിന്നണം അങ്ങനെ ഞാൻ കൊടുക്കാറില്ല. കാരണം അത് സസ്റ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. കുറച്ച് ദിവസം കഴിയുമ്പോ അത് ആ ഫെഡപ്പ് ആവും, മടുപ്പ് ഒന്നാമത് വരും. ലേഡീസ് അതെ, അവർക്ക് സ്വന്തം പ്രയോറിറ്റൈസ് ചെയ്യുന്ന correct, പരിപാടി correct, വളരെ കുറവാണ്. correct, അതെ. അപ്പം ഫാമിലിക്ക് മൊത്തം ഉണ്ടാക്കിയിട്ട് പിന്നെ അവർക്ക് ചെയ്യുക. സെപ്പറേറ്റ് ഉണ്ടാക്കാൻ ഒരു 2 ദിവസം ചെയ്യും, 3-ാമത്തെ ദിവസം കഴിഞ്ഞു. അപ്പൊ ഞാൻ പറയാം ഒന്ന് വിൽ പവറൊക്കെ ഒന്ന് കൂട്ടുക. എന്നിട്ട് ഉള്ള ഫുഡ് ഒന്ന് പോർഷൻ കൺട്രോൾ ചെയ്യുക. പ്രോട്ടീൻ ആവശ്യത്തിനുണ്ടോന്ന് മേക്ക് ഷുവർ ചെയ്യുക. അതൊക്കെ പിന്നെ വെള്ളം കുടിക്കുക. നോർമൽ. അതാണ് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. ഏത് പ്ലാറ്റ്ഫോമിലും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡിപ്രഷൻ, ആ പോസ്റ്റ് പാർട്ടം റൈറ്റ്. ഡിപ്രഷൻ. ഒരുപാട് ടേംസ് വന്നിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കര ഡൗൺ ആയി പോകും അല്ലെ? ചില ദിവസം നമുക്ക് ഒന്നും പറ്റില്ല, അതെ പുഷ് ചെയ്താൽ പോലും പറ്റില്ല, വീടിനകത്ത് വെറുതെ ഇരുന്നാൽ മതി എന്ന് തോന്നുന്ന കുറെ അതെ അവസ്ഥകളുണ്ട്. അതെ അതെ. അപ്പൊ ഇതിനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യണേ, ഈ സുംബ അല്ലെങ്കിൽ പിലാറ്റസ്, Yeah. ഈ ഫിറ്റ്നസ് ട്രെയിനിങ് പ്രോഗ്രാംസ്? സോ വർക്ക്ഔട്ട് എന്ന് പറയുന്നതാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ആന്റി ഡിപ്രസന്റ്. സോ അത് തന്നെ. അപ്പൊ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്ത് ഒരു ടൈം അതിന് സെപ്പറേറ്റ് സെറ്റ് ചെയ്ത് വെച്ചേ മതിയാവുള്ളൂ. കാരണം യു ഹാവ് ടു പുട്ട് സം എഫേർട്ട്. എഫേർട്ട് ഇടാണ്ട് ഒന്നും കിട്ടില്ലല്ലോ. അപ്പൊ എന്തായാലും ഒരു സമയം ഞാനൊക്കെ പണ്ട് ഇങ്ങനെ തിരക്കുള്ള സമയമൊക്കെ ആകുമ്പോൾ ഡെയിലി ഒരു 5 to 6 ഈവനിങ് 5 to 6 എൻ്റെ വർക്ക്ഔട്ട് ടൈമാണ്. ഓ, ആ സമയത്ത് എന്ത് ഇടിവെട്ടിയാലും ഞാൻ അനങ്ങൂല. മുടക്കില്ല എന്നുവെച്ചാൽ അത്. ഇല്ല, ഞാൻ ഡോർ ഷട്ട് ചെയ്തിട്ട് ആര് വന്നാലും എനിക്കതൊരു പ്രശ്നമല്ല. 5 to 6 കാരണം ആ സമയം അതിന് വെച്ചതാണ്. അങ്ങനെ തിരക്കുള്ള സമയമാകുമ്പം ഞാൻ അങ്ങനെ എന്നുവെച്ചാൽ എനിക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം ഞാൻ അങ്ങനെ മാറ്റി വെക്കും. അങ്ങനെ ഒരു ടൈം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാലേ ഇതൊക്കെ നടക്കുള്ളൂ. അല്ലെങ്കിൽ രാവിലെ വിചാരിക്കും വൈകുന്നേരം ചെയ്യാം, വൈകുന്നേരം വിചാരിക്കും നാളെ ചെയ്യാം, നാളെ വിചാരിക്കും വൈകുന്നേരം, വീണ്ടും അതങ്ങനെ പോവും. സോ അങ്ങനെ ഒരു ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എല്ലാരും വീട്ടിലത്തെ കാര്യമെല്ലാം ആയിട്ട് ബാക്കിയുള്ളവരുടെ കാര്യം നോക്കുമ്പോൾ സ്വന്തം കാര്യം നോക്കാൻ സമയം കിട്ടൂല. ഇപ്പം സ്ട്രെസ്സും ഡിപ്രഷനും വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെ. അപ്പം നമുക്ക് നമ്മളെ ആ വർക്ക് ലോഡ് കുറക്കുന്നത് എത്രത്തോളം പറ്റും എന്ന് അറിയില്ല. സോ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാനേ പറ്റുള്ളൂ. അതെ. അതുമായിട്ട് അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യുക. അതിന് സ്പെഷ്യലായിട്ട് നമ്മൾ ടൈം കണ്ടെത്തുക, പ്രയോറിറ്റൈസ് ചെയ്യുക. അത് എല്ലാവരും ചെയ്യേണ്ടതാണ്. എസ്പെഷ്യലി വിമൻ. Women. അതെ. അതെ. ഒന്നാമത് 30+ ഒക്കെ ആവുമ്പം ആ ഹോർമോൺ ചേഞ്ചസും ഒക്കെ വരുമ്പോൾ Correct, തന്നെ correct, അല്ലെങ്കിലും ആ പ്രോബ്ലംസ് എപ്പോഴും നമുക്കുണ്ട്. correct, അതെ. മൂഡ് സ്വിംഗ് എന്ന് പറയുന്ന മാതിരി അതൊക്കെ വരും. ഓഫ് കോഴ്സ് അത് നമുക്കൊന്നും ചെയ്യാനില്ല. സോ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ടൈം കണ്ടെത്തുക, വർക്ക്ഔട്ട് ചെയ്യുക, നമ്മളെ ബോഡിക്ക് പ്രയോറിറ്റൈസ് ചെയ്യുക, ഹെൽത്ത് നോക്കുക, പിന്നെ ഡയറ്റ് ഒക്കെ നോക്കുക, ബി ഇൻ ഷേപ്പ്. ഈ ബി ഇൻ ഷേപ്പ് ഒക്കെ ആവുമ്പോൾ എന്താ വെച്ചാൽ യു ബിക്കം വെരി കോൺഫിഡന്റ്. To wear അതെ. all the dresses അല്ലെങ്കിൽ അത് ഇങ്ങനെ. മാത്രല്ല നമ്മളൊരു റൂമിൽ കേറുമ്പം ഇഫ് യു ആർ ഇൻ ഷേപ്പ് എല്ലാവർക്കും ഒരു റെസ്പെക്ട് ഉണ്ടാവും. കാരണം നിങ്ങൾ ഡിസിപ്ലിൻ ഷോസ്. ഉം, ഉം. അതർവൈസ് യു ക്യാൻ നോട്ട്. ലൈക്ക് ഇറ്റ് ഈസ് വളരെ റെയർ ആണ് ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു ജെനറ്റിക്സ് ഒക്കെ കിട്ടിയിട്ട് നമ്മൾ സൗത്ത് ഇന്ത്യൻസിന് ഇൻ ഷേപ്പ് Survive ആവാൻ. ചെയ്യാ, അതെ അതെ. അതെ. ഉം. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു ഷേപ്പിലൊക്കെ ആകുമ്പോൾ നമ്മളൊരു റൂമിൽ കയറുമ്പോൾ തന്നെ ദാറ്റ് ഈസ് യുവർ ഡിസിപ്ലിൻ. Correct. അപ്പൊ ആൾക്കാർക്ക് ആദ്യം തന്നെ ഒരു റെസ്പെക്ട് അവിടെ ക്രിയേറ്റ് ആയി. ദെൻ ഇറ്റ് ഈസ് ഈസി ടു ബിൽഡ് ഓൺ ഇറ്റ്. സോ അതൊക്കെ അതിനൊക്കെ ടൈം കൊടുക്കുക. വെരി ട്രൂ. അത് കറക്റ്റ് ആണത്. Yeah. അപ്പൊ ഈ ആക്ടിങ്ങിന് ഇത് ഒരു ഹീലിംഗ് തെറാപ്പി ആണോ? ആക്ടിങ് എന്താ തോന്നിയിരിക്കണേ ദിൽനയ്ക്ക്?
ആക്ടിങ് വർക്ക്ഷോപ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് ഭയങ്കര ആസ് എ പേഴ്സൺ ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ അമ്മ മറ്റേ നാട്ടില് ടീച്ചറൊക്കെ ആയിരുന്നു. ടീച്ചർ, ഹെഡ് മിസ്ട്രസ്, ഉം. ചീഫ് എഡ്യൂക്കേഷണൽ ഓഫീസർ ഉം. ആൻഡ് ഞാൻ അതേ സ്കൂളിൽ സ്റ്റുഡന്റ്. ഓക്കെ. അപ്പം ഞാനിങ്ങനെ ഫുൾ എന്താ വെച്ചാൽ എല്ലാവരും എന്നെ നോക്കും. ടീച്ചർ മോൾ എന്താ ചെയ്യുന്നത്, ടീച്ചർ മോൾ എന്താ ചെയ്യുന്നത്, ടീച്ചർ ഒരു മോൾ റോൾ മോഡൽ പോലെ. എന്നുവെച്ചാൽ റൂള് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, ടീച്ചർ ആ. അങ്ങനെയൊക്കെ നോക്കുമല്ലോ. അപ്പം ഞാനിങ്ങനെ ഭയങ്കര എല്ലാവരും നോക്കിയിട്ട് ഇങ്ങനെ ഭയങ്കര ഷൈ ആയിരുന്നു. അതിന് ഓക്കെ. ഇൻട്രോവേർട്ട് ആയിരുന്നു. അങ്ങനെയായിരുന്നു. എന്ന് വെച്ചാൽ ഒരു കൂട്ടിന്റെ അകത്ത് ഇട്ട മാതിരി എന്റെ ബോഡി മൂവ്മെന്റ്സ് വരെ ഭയങ്കര റെസ്ട്രിക്റ്റഡാ. ഇപ്പൊ തന്നെ അറിയാൻ പറ്റുമായിരിക്കും ഞാൻ അധികം മൂവ് ചെയ്യില്ല. ഉം. കുറച്ചുകൂടെ ഒന്ന് പക്ഷെ സുംബ ചെയ്യുമ്പോ ആ പിന്നെ സിംബ മൂവ്മെന്റ്സ് ചെയ്യുമ്പോ വേറെ മാത്രമേ ഉള്ളൂ. ആളാണ്. പക്ഷെ പൊതുവേ ഞാൻ ഭയങ്കര ഇങ്ങനെ നിൽക്കുന്ന ഒരാളാ. പക്ഷെ അത് ആക്ടിങ്ങിൽ ഭയങ്കര മോശാ. കാരണം എന്താ ആ. വെച്ചാൽ ആക്ടിങ്ങിൽ നമ്മള് ഈസി ആയിട്ട് ആ ബോഡിയിലേക്ക് നമ്മളെ ഇമോഷൻസ് വരണമെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. നമ്മള് സ്റ്റിഫ് ആയാൽ അത് പറ്റില്ല. ഉം. അപ്പൊ ആക്ടിങ് വർക്ക്ഷോപ്സ് ഒക്കെ എടുത്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇതിങ്ങനെയാണെന്ന് മനസ്സിലായത്. പിന്നെ എൻ്റെ അടുത്ത് നമ്മളെ ഇഡിന്റെ ഡയറക്ടർ സാർ പറഞ്ഞു, "നീ കുറേ മൂവീസ് കാണണം" എന്ന് പറഞ്ഞു. ഉം. എനിക്ക് അറിഞ്ഞൂടാ ഇത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. കാരണം ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ. എൻ്റെ അതെ. പ്ലാനിൽ എവിടെയും മൂവീസ് ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനെ ഇംപ്രൂവ് ചെയ്യും? അപ്പൊ സാർ പറഞ്ഞു, "നീ ബുക്സ് വായിക്കണം, ഉം. മൂവീസ് കാണണം." പിന്നെ അതുമാതിരി ആക്ടിങ് വർക്ക്ഷോപ്പ് ചെയ്തതില് അതിലെ സാറൊക്കെ ഉണ്ട്. അബുക്ക അബു വാളയംകുളം. സാറിന്റെ ക്ലാസ്സസ് ഒക്കെ ഭയങ്കര അടിപൊളിയാ. നമ്മളെ ബ്രേക്ക് ചെയ്യും. എന്നുവെച്ചാൽ നമ്മളുടെ ഈ എന്തൊക്കെ ഇൻഹിബിഷൻസ് പുള്ളി അത് ബ്രേക്ക് ചെയ്ത് പണി തരും. ഉം. സത്യം നമ്മൾ വിചാരിക്കും ദൈവമേ പെട്ട്. പക്ഷെ ഭയങ്കര ഇംപ്രൂവ്മെന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ. അപ്പൊ ആസ് എ പേഴ്സൺ ഓൾസോ ഞാൻ മാറാൻ തുടങ്ങി. എന്നുവെച്ചാൽ കുറച്ചുകൂടെ ഓപ്പൺ ആയി. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പറയും, "ഓ നീ മാറി കേട്ടോ. നിന്റെ അടുത്ത് പണ്ട് സംസാരിക്കുമ്പോ നീ നീ ഒരു ഇമോഷൻലെസ്, നീ ഇങ്ങനെ കാം, ഓൾവേസ് കാം." ഞാൻ അങ്ങനെ ഒരു കാം പേഴ്സൺ ആണ്. കാം ആൻഡ് ഹാപ്പി, പീസ്ഫുൾ. പക്ഷെ അത് അത്ര അവിടെ നിന്ന് പോവും. ഇപ്പോഴാണ് നിന്റെ മുഖത്ത് കുറച്ച് ഇമോഷനും എക്സൈറ്റ്മെന്റ് ഒക്കെ വരുന്നതെന്ന് പറയും. സോ അങ്ങനെയാണ് കൂടുതൽ ആക്ടിങ് മാത്രമല്ല, അതിൽ എൻ്റെ പേഴ്സണലി എനിക്കൊരു അപ്ഗ്രഡേഷൻ തോന്നുന്നതുകൊണ്ട് ഐ ലവ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആക്ടിങ് വർക്ക്ഷോപ്സ്. ഞാൻ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഓൾസോ ആക്ടിങ് നന്നാക്കാനുണ്ട്. അതുകൊണ്ട് വിച്ച് ഐ ഹോപ്പ് ഇറ്റ് ഈസ് ഹാപ്പനിങ്. അത് ഗ്രാജുവലി പിന്നെ ഇപ്പോൾ പഴയ പോലത്തെ ഒരു ആക്ടിങ് സ്റ്റൈൽ അല്ലല്ലോ. അല്ല ഇപ്പോഴത്തെ അല്ല. ജോണേഴ്സ് ഡിഫറെന്റ് യാ ആണ്. കുറേം കൂടെ നാച്ചുറൽ. അതാണ്. എന്നുവെച്ചാൽ നമ്മൾ അത്രയും കോൺഷ്യസ് അല്ലാണ്ടാവാന്നില്ല. ആ. അപ്പൊ ഞാൻ അതാ പറഞ്ഞത്. എന്റെ ആ കോൺഷ്യസ് ആവുന്ന സാധനം ബ്രേക്കായി വരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി. സോ അത് നോട്ട് ഈവൻ ഇൻ ദ വർക്ക്, അല്ലാണ്ട് എന്റെ പേഴ്സണൽ ലൈഫിൽ തന്നെ എനിക്ക് കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് എനിക്ക് ഇപ്പൊ അടിപൊളിയാണെന്ന് ആക്ട് തോന്നി. ചെയ്തതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ചെയ്തത് ആരുടെ പെയർ ചെയ്തപ്പോഴാണ്, ആരുടെ കൂടെ ചെയ്തപ്പോഴാണ്? എനിക്കൊന്ന് ധ്യാൻ. ധ്യാന്റെ കൂടെ അല്ല, എല്ലാരും നല്ലത് തന്നെ. പക്ഷെ ബാക്കി എല്ലാവരുടെ അടുത്തും എനിക്ക് ആ ഒരു സീനിയർ എന്നുള്ളൊരു തോട്ട് ഉണ്ട്. വന്നു. ദിലീപേട്ടൻ, സുരാജേട്ടൻ, പിന്നെ ആരാ, വിജു വിനീത്. മേനോൻ സാറിന്റെ കൂടെ ഞാൻ ഡയറക്റ്റ് കോമ്പിനേഷൻ ഇല്ല. വിനീത് സാറ് എല്ലാരും. അപ്പൊ സീനിയർ എന്നുള്ള ധ്യാൻ പിന്നെ നമ്മളെ ഫുൾ ചില്ലാക്കുമല്ലോ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് അതൊരു ഭയങ്കര ഫണ്ണായിട്ടുള്ള സെറ്റായിരുന്നു. ഡ്രീം എന്ന് പറയുന്നത് ഇതാണോ, അല്ലെങ്കിൽ ബീങ് എൻ ആക്ടർ ഇനിയും ഒരുപാട് നല്ല നല്ല പ്രോജക്ട്സിൽ ആക്ട് ചെയ്ത് പോണം എന്നാണോ? എന്താണ് ആ ഒരു ഡ്രീമിൽ കിടക്കുന്നത്? അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ബാലൻസ്ഡ് ഐ ആയിട്ടൊക്കെ തിങ്ക് ഐ ക്യാൻ കൊണ്ടുപോകാം? ഡു എവറിത്തിങ്. എവറിത്തിങ്. അങ്ങനെയല്ല. ഐ ലൈക്ക് ഇറ്റ്. ഞാൻ ഓക്കെ. ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഓരോ സാധനവും എനിക്കൊരു ബേർഡൻ പ്രഷർ അല്ല. ആകാറില്ല. പ്രഷർ ഉള്ള സാധനം ഞാൻ ചെയ്യാറില്ല. ഒന്നാമത്തെ മനസ്സിലായി. കാര്യം അങ്ങനെ ഒരു ബേർഡൻ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറില്ല. ഉം. ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നോണ്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു സ്റ്റുഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. ഉം. പക്ഷെ ആഹ്, ഞാൻ ഇതിനൊക്കെ ഓപ്പൺ ആണ്. ഉം. അപ്പം എൻ്റെ മുന്നോട്ടുള്ള ലൈഫ് ഞാൻ അങ്ങനെ വലിയ പ്ലാൻ ഒന്നുമില്ല. ആഹ്, ഇതൊക്കെ പ്ലാൻ എ, ബി, സി അങ്ങനെയുണ്ട്. ഇതിലേത് നടന്നാലും ഐ ആം ഓക്കെ. ഓക്കെ. ഇനി എല്ലാം കൂടെ നടന്നാലും മാനേജ് ചെയ്യാൻ പറ്റിയാലും ഐ ആം ഓക്കെ. ഓക്കെ. അപ്പം അങ്ങനെ വലിയ പ്ലാനൊന്നും ഇല്ലാണ്ട് സ്ട്രിക്റ്റ് പ്ലാൻ ഇല്ല. ആസ് പക്ഷെ ഇറ്റ് ഈസ്. മൂവി അതെ. സ്ക്രിപ്റ്റ്സ് ഒക്കെ കേൾക്കുന്നുണ്ടല്ലേ? യെസ്. മൂവി ഇത് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ മൂവി ആയിട്ടില്ലെങ്കിലും എനിക്ക് ഡ്രാമയാണെങ്കിലും എനിക്ക് തിയേറ്റർ ഇഷ്ടമാണോ? തിയേറ്റർ ആണെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല. ഉം. പക്ഷേ ചെയ്യണം എന്നുണ്ട്. ആ ചെയ്യാം എന്നുണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം എന്നെക്കൊണ്ട് പറ്റും എന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ. ജസ്റ്റ് എന്റെ ആഗ്രഹങ്ങൾ. അപ്പം അത് ചിലപ്പം സൈഡിലോ അല്ലെങ്കിൽ മെയിൻ ആയിട്ടോ അറിയില്ല. എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പൊ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ചെയ്യാം. അത്രേ ഉള്ളൂ. അതാണ് എന്റെ ലൈഫില് ഇഷ്ടമുള്ള കാര്യങ്ങൾ. പിന്നെ ഒരുപാടെണ്ണം ചെയ്താല് നമുക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു 2, 3 എണ്ണെങ്കിലും ഉം. കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവാ. അത്രേ ഉള്ളൂ. അപ്പൊ മോസ്റ്റ്ലി സുംബ, പിലാറ്റെ, ആക്ടിങ്. ആക്ടിങ്. ഈ 3 സാധനമാണ് ഇപ്പൊ എനിക്ക് മെയിൻ ആയിട്ട്
വലിയ ഇഷ്ടമുള്ള സാധനങ്ങൾ. പിന്നെ കുറെ ആഡ് ഷൂട്ട്സ് ചെയ്തിട്ടുണ്ടല്ലോ, ആഡ് ഷൂട്ട്സ് നല്ല ഒക്കെ നല്ല ചെയ്തിട്ടുണ്ട്. പ്രൊജക്ട്സുകൾ യാ ചെയ്തിട്ടുണ്ട്, ആഡ്സ് അല്ലേ? ഞാൻ അമിതാഭ് സാറിന്റെ കൂടെ ഒരു ആഡ് ചെയ്തിട്ടുണ്ട്. ആണോ? അതേതായിരുന്നു? അത് കല്യാൺ ജ്വല്ലേഴ്സ്. അത് റിലീസായി? ഓ, ഇറങ്ങിയിട്ടില്ല. ഞാൻ ഇങ്ങനെ ജസ്റ്റ് വെയിറ്റ് വെയിറ്റിംഗ് ചെയ്യുക. അല്ലേ? അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട്, പക്ഷെ പുറത്തിറക്കാൻ പറ്റൂല. പറ്റില്ല. എന്നാലും ചെയ്തല്ലോ ചെയ്തു ഓൾറെഡി. ഹൗ ചെയ്തു. വാസ് അത് ഇറ്റ്? ഹൗ വാസ് ദ അയ്യോ എക്സ്പീരിയൻസ്? എന്റെ അമ്മോ, അവിടെ ചെന്നിട്ട് ബിഗ് ബി. സാറിന് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ, ഓ ഇത് ഡ്രീം അല്ല, ഡ്രീം അല്ല, അല്ല ഇത് ശരിക്കുമാണ്, ശരിക്കുമാണ് ഇങ്ങനെ ഉള്ളിൽ പറഞ്ഞോണ്ടിരിക്കുക. അത് വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ അത് ആൻഡ് ഹീസ് ലൈഫിലെ? ഹഗ്ഗിങ് മീ ഓ, ഇങ്ങനെ. ഗ്രേറ്റ്. എന്നുവെച്ചാൽ 2 മോഡൽസ് ഉണ്ട്, ഞാനും വേറൊരാളും കൂടെ ഉണ്ട്. സോ ഇങ്ങനെ പുള്ളി ഇങ്ങനെ കൈവെക്കുന്ന ഒരു, അപ്പൊ അതെനിക്ക് വീഡിയോയിൽ കിട്ടി. ഞാനിങ്ങനെ എന്റെ സ്വന്തം ആൾക്കാർക്കൊക്കെ ഇത് കാണിക്കും. പുറത്തിറക്കാൻ ഇപ്പൊ പറ്റില്ല. അതൊരു വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ എന്തായാലും. അപ്പൊ അങ്ങനെ കുറെ പ്രൊജക്ട്സ് അതെ ചെയ്തിട്ടുണ്ടല്ലോ അതെ അതെ അതെ. ആഡ്സില്. ഞാൻ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ആഡ്സിൽ അഭിനയിക്കുന്നതും മറ്റേ മൂവിയിലുള്ളതും കൂടെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? രണ്ടും ആ രണ്ട് 2 തലമാണല്ലോ. തരമാണല്ലോ. ഉം. ആഡ്സിൽ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഹാപ്പി ഹാപ്പി ഹാപ്പിയാണ്. ഹാപ്പി. അല്ലാത്തൊരു ഇത് നല്ല വളരെ ഡ്രസ്സപ്പ് ചെയ്യുക. അതെ. ഡ്രസ്സപ്പ് ചെയ്യുക, ഹാപ്പി ആവുക, കൂടുതൽ എക്സൈറ്റ്മെന്റ് കാണിക്കുക, അതില് അത്രയൊക്കെയല്ലേ ഉള്ളൂ. ഉം. മൂവീസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ വളരെ നാച്ചുറൽ ആണ്. വെരി നാച്ചുറലി നമ്മൾ ബിഹേവ് ചെയ്യണം. Okay. ആസ് ഇഫ് നോബഡി ഈസ് വാച്ചിങ്. So if I ask you one habit you swear by. അത് ഫിറ്റ്നസ് തന്നെയായിരിക്കും, വർക്ക്ഔട്ട്. എനിക്കത് മുടക്കാൻ പറ്റില്ല. ഉം. ഇപ്പൊ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞില്ലേ, ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെ വൺസ് ആയിക്കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാ. ഇപ്പൊ എനിക്ക് ആ ചെറുപ്പത്തിലേ ഉള്ളത് കൊണ്ട് എനിക്ക് ആ വർക്ക്ഔട്ട് ഇല്ലാത്ത ഒരു ദിവസം എനിക്ക് അത് ഭയങ്കര ആലോചിക്കാൻ പറ്റില്ല. മിസ്സിംഗ് ആണ് അല്ലേ? ഭയങ്കര മിസ്സിങ്. എനിക്ക് പേഴ്സണൽ ട്രെയിനർ ഉണ്ട്. ആ. പുള്ളി എന്നെ വിളിക്കും. ഇനി പുള്ളി വിളിച്ചിട്ടില്ലേ ഞാൻ അങ്ങോട്ട് വിളിക്കും. ഉം. ചില ഒരുമാതിരി സമയത്ത് അഡിക്റ്റഡ് ആയി, അഡിക്റ്റഡ് അഡിക്ഷൻ ആണ്, ആണത് അഡിക്ഷൻ അല്ലേ? ആണ്. എന്ന് വെച്ചാൽ നമുക്ക് അത് 2-3 ദിവസം അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അറിയാം എന്തോ ഒരു സാധനം ശരിയാവുന്നില്ല, ശരിയാവുന്നില്ല എന്ന് അറിയാൻ പറ്റും. പിന്നെ വീട്ടിലൊക്കെ ചെയ്യാം. നമുക്ക് വീട്ടില് ബേസിക് ഡംബിൾസ് ഒക്കെ വെച്ച് ചെയ്യും, മാനേജ് ചെയ്യും കുറച്ചൊക്കെ. എന്നാലും ഡിസിപ്ലിൻ തന്നെയാണ്. ഡിസിപ്ലിൻ, ആ വർക്ക്ഔട്ട് ചെയ്യുക, പിന്നെ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. അതൊക്കെ ഞാൻ സ്ഥിരം അന്ന് മുതലേ കീപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. വൺ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് യു. ഇപ്പോഴുള്ള ദിൽനേനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വൺ വേർഡ്. ഹാപ്പി ആൻഡ് പീസ്ഫുൾ. അത് മുഖത്തുണ്ട്, അത് അതുണ്ട്. എപ്പോഴും ഉണ്ട് അല്ലേ? ഞാൻ അല്ല അത് എല്ലാ ജെന്യുയിൻലി എല്ലാരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. പക്ഷെ ഐ ആം ജെന്യുയിൻലി ഹാപ്പി ആൻഡ് പീസ്ഫുൾ. കാരണം അങ്ങനെ വലിയ അതാണല്ലോ ഒരു ടെൻഷനൊന്നും ഇല്ല. മനുഷ്യന് വേണ്ടത് അല്ലേ? ഫൈനലി അതാണ് വേണ്ടത്. വലിയ ടെൻഷനൊന്നും ഇല്ല. പിന്നെ എനിക്കൊന്ന് ഉള്ളതിൽ ഞാൻ ഹാപ്പിയാണ്. ഉം. ഉള്ള സംഭവങ്ങളിലെല്ലാം ഞാൻ ഹാപ്പിയാണ്. പിന്നെ എനിക്കറിയാം ഇതിന്റെ അപ്പുറം എനിക്ക് വേണമെങ്കിൽ നേടിപ്പിടിക്കാം. ഞാൻ അതിന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അത് കിട്ടിയ സന്തോഷം, ഉം. കിട്ടിയിട്ടില്ലെങ്കിൽ നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഓ, അത്രേ ഉള്ളൂ. ഓക്കെ. പക്ഷെ എല്ലാത്തിലും ഒരു ചിൽ മൂഡാണ്. ചില്ലാണ്. പിന്നെ എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ഓക്കെ. ആ ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഒരുപാട് ബുൾഷിറ്റ് ഞാൻ എടുക്കില്ല. എനിക്കത് പറ്റില്ല. എനിക്ക് അതിനുള്ള സ്പേസ് ഇല്ല. അപ്പൊ ഞാൻ അതിൽ നിന്നും മെല്ലെ മാറി നിൽക്കും. അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഞാനുമായിട്ട് ആ വേവ് ലെങ്ത് മാച്ച് ചെയ്യാത്ത സംഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കും. അത്രേ ഉള്ളൂ. ഓക്കെ. വളരെ ഈസി ഗോയിങ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഒരുപാട് ലേഡീസ് കാണുന്ന യാ. കുറെ കാര്യങ്ങളാണ് ഈ ലൈഫ് സ്റ്റൈൽ, ആ. പിന്നെ ഫിറ്റ്നസ്സും ഡിസീസസും ഈ അതെ മൂഡ് അതെ. സ്വിങ്സും ഇതൊക്കെ. ഇപ്പൊ നമ്മളെ വാച്ച് ചെയ്യുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ദിൽനയ്ക്ക് ഒറ്റ വാക്കിൽ ദിൽനയുടെ ലൈഫിൽ നിന്ന് കിട്ടിയ ഒരു മെസ്സേജോ ഒരു എന്തെങ്കിലും ഇൻസ്പയർ ചെയ്യാൻ പറയുകയാണെങ്കിൽ വളരെ നീട്ടി അല്ലാതെ ഒരൊറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും ദിൽനയ്ക്ക് പാസ് ചെയ്യാനുള്ള ഒരു മെസ്സേജ്? എനിക്ക് തോന്നി ഒരു ഡിസിപ്ലിൻ ലൈഫിൽ ഉണ്ടാവാന്നുള്ളത് തന്നെയാ തോന്നുന്നു. കാരണം ഞാനത് അത് ഡിസിപ്ലിൻ അതാണ്. എന്നുവെച്ചാല് നമുക്ക് നമ്മളിപ്പം മൂഡ് ഡൗൺ ആയിരിക്കും, ചിലപ്പോൾ നല്ല മൂഡിലായിരിക്കും. പക്ഷെ വെൻ യു ഹാവ് എ ഡിസിപ്ലിൻ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് അതൊരു പുഷ് അല്ലേ, അതൊരു ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ടി വരില്ലേ? ചെയ്യണം. അത് നമുക്ക് ചില വേണ്ടിയിട്ടല്ലേ. ടൈമിൽ ഇപ്പം എനിക്കൊക്കെ like, ഉണ്ടാവുന്നതാണ്, പുഷ് നമുക്ക് പറ്റില്ല. ആ, അപ്പൊ ചില ദിവസം നമുക്ക് ആ ഡിസിപ്ലിൻ ബ്രേക്ക് ചെയ്ത് തന്നെ പോവും. ആ, അപ്പൊ അങ്ങനെയുള്ളിടത്ത് നമ്മൾ അതെടുത്തോളൂ. ആ പക്ഷെ അത് ഒരു 2-3 ദിവസം എടുത്തോളൂ. ഓക്കെ, പക്ഷെ അത് ഒരു നിങ്ങൾക്ക് ഫുൾ ടൈം ലേസി ആവാനുള്ള എക്സ്ക്യൂസ് അല്ല. മനസ്സിലായി. നിങ്ങളെ ബോഡിക്ക് ആ ബ്രേക്ക് വേണം, നിങ്ങൾക്ക് ജെന്യുവൻലി തോന്നുവാണെങ്കിൽ യു ക്യാൻ. പക്ഷെ അതൊരു 2-3 ഡേയ്സ് ആൻഡ് ദെൻ കം ബാക്ക് ടു ഇറ്റ്. നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ആവാൻ പറ്റില്ല, പറ്റില്ല. ശരിയാണ്. Correct, correct. പക്ഷെ ദെൻ കം ബാക്ക് ടു ഇറ്റ്. ദെൻ ആ ഒരു ഡിസിപ്ലിനിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പൊ എന്താ വെച്ചാൽ ലൈഫ് ഗോസ് ഓൺ. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. മനസ്സിലായി. പിന്നെ മെല്ലെ ഈ വിഷമങ്ങളൊക്കെ മെല്ലെ അതിലോട്ടങ്ങ് യു നീഡ് എ ബ്രേക്ക് വേണ്ട സമയത്ത് യു നീഡ് എ ബ്രേക്ക് മസ്റ്റ് ആയിട്ട് എടുക്കണം. ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ട്രാവൽ. വലിയൊരു ബ്രേക്ക് വന്നിട്ടുണ്ടോ ദിൽനയുടെ ലൈഫിൽ? ഒരു വലിയ ബ്രേക്ക് ഈ പറഞ്ഞ പോലെ
8th സ്റ്റാൻഡേർഡ് മുതലുള്ള കുട്ടി ഇപ്പൊ വന്ന് നിൽക്കുമ്പോൾ അങ്ങനെ ഒരു വലിയ ബ്രേക്ക് വലിയ വന്നിട്ടില്ല. ബ്രേക്ക് വന്നിട്ടില്ല. ഒരു മാക്സിമം എത്ര ഡേയ്സ് അങ്ങനെ ഇരുന്നിട്ടുണ്ടാവും ഈ പറഞ്ഞ പോലെ? ഈ സുംബ ക്ലാസ്സിൽ പോകുന്നോണ്ട് ആ അത് ഞാൻ പറഞ്ഞില്ലേ ഒരു പാർട്ടി മൂഡാണ്. അപ്പൊ സത്യം മനസ്സിലായി. പറഞ്ഞാൽ എനിക്ക് അത് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ അവിടെ പോയി ഈ ഡാൻസും പാട്ടും ഒക്കെ കഴിയുമ്പോൾ കുറെ സങ്കടമൊക്കെ കുറച്ച് പോയി കുറയും. വാനിഷ്. കുറയും. ഉണ്ടാവും. ഉം. പക്ഷെ കുറയും. ആൻഡ് ഐ ഹാവ് ദാറ്റ് എന്റെ റെസ്പോൺസിബിലിറ്റി ആണത് ആ ക്ലാസ്. അപ്പൊ ആ ക്ലാസ്സിൽ എന്റെ എനർജിയാണ് ആ ക്ലാസിന്റെ എനർജി. സോ അവിടെ ഐ ഹാവ് ടു ബി ദെയർ. അപ്പൊ ഞാൻ എന്റെ മാക്സിമം ഇട്ടിട്ട് അവിടെ നിൽക്കും. എന്നുവെച്ചാൽ സോ ദാറ്റ് നോബഡി ഗെറ്റ്സ് എഫക്റ്റഡ്. അപ്പൊന്ന് വെച്ചാൽ നമ്മൾ താനെ അതിലേക്ക് വരും. വരുമല്ലോ. പിന്നെ ഒരു ബ്രേക്ക് ഉണ്ടാവും. പിന്നെ പിറ്റത്തെ ദിവസം ആകുമ്പോൾ എഗെയിൻ ഐ എം ഗോയിങ് ടു ദ സെയിം ക്ലാസ് ആൻഡ് ഐ എം പുഷിങ് മൈസെൽഫ്. ദെൻ ആ എനർജി പിന്നെ ഫുൾ ഫ്രണ്ട്സ് അല്ലേ നമ്മൾ ആസ് എ സോഷ്യൽ ആനിമൽ. നമുക്ക് ആ ഒരു സൊസൈറ്റി, നമുക്ക് ഫ്രണ്ട്സ് ഇതൊക്കെ വേണം. വേണം. correct. ആൾക്കാരെ നമ്മൾ കാണാണ്ട് ഒരു മുറിയിൽ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഞാൻ ഡെയിലി പോയിട്ട് ആൾക്കാരെ മീറ്റ് ചെയ്ത് പിന്നെ ഒബ്വിയസ്ലി സിൻസ് ഐ എം ആൻ ഇൻസ്ട്രക്ടർ പീപ്പിൾ ആർ ദെയർ ഹു അഡ്മയേഴ്സ് മീ അല്ലെങ്കിൽ correct. who, correct. ഒരു റോൾ tells മോഡൽ me പോലെ നോക്കുന്നുണ്ട്. എന്നോട് നല്ല കാര്യങ്ങൾ പറയുന്ന ഓ യു ലുക്ക് ഗുഡ് അല്ലെങ്കിൽ യു ഡിഡ് വെൽ എന്നെല്ലാം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഡെയിലി നമുക്കൊരു എപ്രീസിയേഷൻ എവിടുന്നെങ്കിലൊക്കെ കിട്ടും. ആൻഡ് ഇറ്റ് മീൻസ് എ ലോട്ട്. ശരിക്കും നമ്മളത് പറയുന്നില്ലെങ്കിലും ഇറ്റ് മീൻസ് എ ലോട്ട്. കാരണം വെച്ചാൽ നമ്മള് ഭയങ്കരമായിട്ട് അത് ഓക്കെ ബൂസ്റ്റ് ഞാൻ ചെയ്യും. അത് കുഴപ്പമില്ലല്ലേ അപ്ലിഫ്റ്റ് ചെയ്യും നമ്മുടെ അപ്ലിഫ്റ്റ് മൂഡ്. ചെയ്യും. നമ്മൾ ആ മൂഡ് ഡൗൺ ആണെങ്കിലും ചെറിയൊരാൾ ഒന്ന് പറഞ്ഞിട്ട് യുവർ ക്ലാസ് വാസ് ഗുഡ് എന്ന് പറയുമ്പോൾ യു ഫീൽ ഗ്രേറ്റ്. അപ്പൊ അതൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു വിഷമം സിറ്റുവേഷനിലൊക്കെ. അപ്പൊ എനിക്ക് അങ്ങനെ വലിയൊരു ബ്രേക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ചില സമയത്ത് ഇങ്ങനെ വർക്ക് ലോഡൊക്കെ കൂടി എന്താ പറയാ കുറെ ഷൂട്ട്സ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു ബ്രേക്ക്. എന്നുവെച്ചാൽ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കണം. ആരോടും വർത്താനൊക്കെ പറഞ്ഞ് മതിയായി ടയേർഡായിട്ട് ഒന്ന് വെറുതെ ഇരിക്കണമായിരുന്നു എന്ന് അങ്ങനെ തോന്നും. അപ്പൊ ഞാൻ വീട്ടിലിരുന്ന് അധികം പുറത്തൊന്നും പോകില്ല. നെറ്റ്ഫ്ലിക്സ് കാണും, സിനിമ കാണും, എനിക്കിഷ്ടമുള്ള ഫുഡ് കഴിക്കും. ലൈക്ക് അങ്ങനെയൊക്കെ. അല്ലാണ്ട് വലിയൊരു ബ്രേക്ക് എനിക്ക് ദൈവം സഹായിച്ച് വന്നിട്ടില്ല. വരാതിരിക്കട്ടെ. വരാതിരിക്കട്ടെ. അതെ. ബിക്കോസ് ഐ അണ്ടർസ്റ്റാൻഡ്. കാരണം ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് അതിന്റെ എക്സ്റ്റെൻഡ് ഒക്കെ ഐ അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ഈസ് വെരി ബാഡ്. ഞാൻ കണ്ടിട്ടുണ്ട് ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ അത് ഗോ ത്രൂ ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ സില്ലി തിങ്. പിന്നെ അത് ഇതുമാണല്ലോ എന്ന് വെച്ചാൽ എന്താ പറയാ നമ്മളെ ഹോർമോൺസിനെയൊക്കെ Correct. എഫക്ട് ചെയ്യുന്ന സാധനമാണ്. ചിലപ്പോൾ നമ്മളെ കയ്യിലായിരിക്കില്ല. Correct. പക്ഷെ നമുക്ക് ഐ തിങ്ക് ഇങ്ങനത്തെ ഒരു കുറച്ചൊരു ഈ ഒരു ലൈഫ് സ്റ്റൈൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മേ ബി പലരെയും ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ഈ ഒരു വർക്കൗട്ട് ഒരു ആന്റി ഡിപ്രസന്റ് ആണ്, ആന്റി സ്ട്രെസ് റിലീവിംഗ് ആണ്. അപ്പൊ അതൊക്കെ നിങ്ങളെ ലൈഫിൽ ഉണ്ടെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാക്കാൻ പറ്റും. പിന്നെ മൊത്തത്തിലൊരു കോൺഫിഡൻസ് വരും. സോ ഇറ്റ് ഇപ്പൊ വിൽ ഹെൽപ്പ് ആഫ്റ്റർ യു. ഒരു 40s കഴിഞ്ഞ ആൾക്കാർക്കുള്ള മെയിൻ പ്രശ്നമാണ് ഒരു പെരി മെനോപോസൽ സിൻഡ്രോം ഒക്കെ. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഹോട്ട് ഫ്ലാഷസ് ഇപ്പൊ ഇതിനകത്ത് ഞാൻ പെട്ടെന്ന് ഇപ്പൊ ഓർത്ത ഒരു കാര്യമാണ്. ഇതൊക്കെ ഇപ്പൊ ഈ സുംബയിൽ വരുന്ന ജോയിൻ ചെയ്യണവർ പറയാറുണ്ടോ ദിലിനോട് ഇങ്ങനെ എനിക്ക് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്? പറയാറുണ്ട്. അപ്പൊ അതിനൊക്കെ ഈ പറഞ്ഞ പോലെ ഈ സുംബ അല്ല മൂവ്മെന്റ്സ് അതിനും കുറെയൊക്കെ മെഡിസിൻ എടുക്കണം. പക്ഷെ എന്നാലും കുറെയൊക്കെ ഹെൽപ്ഫുൾ ആവും യെസ്. അല്ലേ? അല്ല നമ്മൾ ഫിസിക്കലി ഉള്ള ഇങ്ങനെ നോർമൽ ലൈഫിൽ വരുന്ന ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾക്കൊക്കെ വർക്ക്ഔട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പ് ചെയ്യും. യാ ഇതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ല മീൻസ് നമ്മുടെ നോർമൽ ലൈഫിലുള്ള കാര്യങ്ങളാണല്ലോ. ഹോർമോൺസ് അപ്പം നമുക്ക് ഡോപ്പമിൻ നമ്മളെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ കൂട്ടാനൊക്കെ ഈ വർക്ക്ഔട്ട്സ് അത് ഏതാണെങ്കിലും സുംബ മാത്രമല്ല മനസ്സിലായി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്ക്ഔട്ട് ചൂസ് ചെയ്യാം. ഐ വോണ്ട് സേ ദാറ്റ് കം ടു സുംബ. പക്ഷേ സുംബ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. അപ്പം ഇഫ് യു ലൈക്ക് ഇറ്റ് യു കം. നിങ്ങൾ ഡാൻസ് ചെയ്യാനും ആൾക്കാരൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാനും ഗ്രൂപ്പ് വർക്ക്ഔട്ട്സ് എൻജോയ് പാർട്ടി ചെയ്യുന്ന ചെയ്യാനും ആളാണെങ്കിൽ അല്ലേ? യാ ഇറ്റ് ഈസ് എ വെരി നൈസ് ചോയ്സ്. അപ്പൊ നമ്മളെ മൊത്തത്തിലുള്ള ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു ലെവൽ വരെ ഇങ്ങനത്തെ വർക്ക്ഔട്ട്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യും ഒരുപാട്. പിന്നെ ചില സമയത്ത് നമ്മൾ മെഡിസിൻ ഒക്കെ എടുക്കണം, സപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. കാരണം വെച്ചാ ഇപ്പോഴത്തെ ഫുഡ് ഡയറ്റ് ഒന്നും നമുക്ക് എല്ലാം വൈറ്റമിൻസ് മിനറൽസ് ഒന്നും കിട്ടില്ല. കിട്ടണമെന്നില്ല. പ്രത്യേകിച്ച് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് ജങ്ക് ഫുഡ്. ഇനി നമ്മൾ പുറത്തുനിന്ന് തന്നെ നല്ല ഫുഡ് വാങ്ങിച്ചാലും നല്ല റെസ്റ്റോറൻറ്റിൽ നിന്നാണെങ്കിലും അവർ ഉപയോഗിക്കുന്ന എണ്ണ എന്താ നമുക്കറിയില്ല. ആ മനസ്സിലായി. എണ്ണയിൽ തന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ഇപ്പം ഇഫ് ഇറ്റ് നോട്ട് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഓയിൽ മാത്രമേ ഇൻഫ്ലമേഷൻ കുറവുള്ളതുള്ളൂ അല്ലെ ഇല്ലാത്തതുള്ളൂ. ബാക്കി പലതരം ഓയിൽസ് ഇവർ യൂസ് ചെയ്യുന്നത് ഇൻഫ്ലമേഷൻ ഉണ്ട്. അത് നമ്മൾ ചിന്തിക്കൂല. സോ നമ്മുടെ ബോഡിയിൽ ഇപ്പൊ ഇൻഫ്ലമേഷൻ പൊതുവേ കൂടുതലാണ്. സോ യു ഹാവ് ടു ടേക്ക് സപ്ലിമെന്റ്സ്. ഇപ്പൊ ഒമേഗ 3 ഒക്കെ ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അപ്പൊ അതൊക്കെ സ്ഥിരമായിട്ട് എടുക്കണം. പിന്നെ അതൊരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വെച്ച് എടുക്കണം എന്നുണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ന്യൂട്രീഷനിസ്റ്റ് ഇങ്ങനെ
Suggest ചെയ്യുന്നതാണോ? ന്യൂട്രീഷനിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ ബേസിക് സാധനങ്ങൾ ചെയ്യാം. പക്ഷെ അല്ലാണ്ട് നമ്മൾ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എടുക്കുമ്പം ഡോക്ടറിനെ കാണിച്ചിട്ട് ഒരു ഡയറ്റീഷ്യനൊക്കെ കാണിച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ. Yeah. സോ ഓൺ ദാറ്റ് നോട്ട് ഐ തിങ്ക് ഇതിങ്ങനെ പറഞ്ഞ ഒരു വാസ്റ്റ് ഏരിയ ആണ്. Yes. കാര്യം യു ഹാവ് മെനി തിങ്സ്. ഈ പറഞ്ഞ പോലെ Yeah. ഒരു ആരോഗ്യം, അതെ. സിനിമ, മോഡലിംഗ് അല്ലേ? അപ്പൊ ഇതെല്ലാം കവർ ചെയ്യാനായിട്ട് കുറേ സമയം വേണം. ഒരു ദിവസം ഒന്നും പോരാ. സംസാരിച്ച് തുടങ്ങിയാൽ കുറേയൊക്കെ ഞാൻ കട്ട് ഷോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. സോ ഐ എം ഹാപ്പി ടു ഹാവ് യു. ഇനിയും ഒരുപാട് സിനിമകൾ കൂടെ ഇങ്ങനെ കാണാൻ പറ്റട്ടെ. ഒരുപാട് പേരെ സുംബ പഠിപ്പിക്കാൻ പറ്റട്ടെ. എല്ലാ പ്രാർത്ഥനയോടും കൂടെ താങ്ക് യു സോ മച്ച് ദിൽന. Thank you so much for calling. I enjoyed talking to you. It was a wonderful time. Thank you so much. താങ്ക് യു.